ഗൈസ് ആ കാണുന്നതാണ് ഗൈസ് എൻ്റെ വീട്. അതാണ് ഈ ചിഞ്ചിലി. ഇതാണ് ചിഞ്ചിലി. ഓക്കെ, ആരാണെന്ന് നോക്ക് ഗൈസ്. ഇതാണ് മാമ ഗ്രൗണ്ട് ഗൈസ്. ഇത് കണ്ടോ നാളത്തെ ചന്ത. ഇതിൽ ആരാണ് അഖില്, ആരാണ് നിഖില്? നിങ്ങൾ സ്കൂളിൽ ഒരുമിച്ച് പഠിച്ച ആൾക്കാരാണ്. ഒരു മാറ്റവും ഇല്ല. ഞാൻ LLB കെയറിനെ പറ്റി എന്താണ് പറയാനുള്ളത്? നല്ല അഭിപ്രായം ചെയ്യുന്നുണ്ട്. പല വീഡിയോസും നമുക്ക് ഭയങ്കരമായിട്ട് കണക്ട് ആവുന്നുണ്ട്. ഇതാണ് കമ്പി വെച്ച് ഇടി കൊടുത്താൽ തല ഇടിച്ചാണ് അവൻ്റെ തല. നല്ല പയ്യന, എനിക്ക് അവനെ ഭയങ്കര ഇഷ്ടമാണ്. ഈ ഒരു എക്സ്പീരിയൻസസ് നിനക്ക് കിട്ടിയ ഒരു ലെസൺ. മുമ്പ് കെട്ടണം, 27 പ്രസവിക്കണം, 40 മൂത്ത മോളെ കെട്ടിക്കണം. അങ്ങനെ ഞാനൊരു ടൈം ലൈൻ ചെയ്യും. ഞാൻ ഇവൻ്റെ അടുത്ത് മിണ്ടിക്കഴിഞ്ഞാലോ അവൻ്റെ അടുത്ത് മിണ്ടിക്കഴിഞ്ഞാലോ അവർക്ക് പോസിറ്റീവ്നെസ് ഫീൽ ചെയ്യും. അവർക്ക് എഴുന്നേറ്റ് പോകാൻ പറയാതെ. അപ്പോൾ എനിക്കാണെങ്കിൽ ഞാനിപ്പോൾ ശേഷം തട്ടുദോശ. ഈ അടുത്ത ആഗ്രഹം എന്താണെന്ന് ചോദിച്ചിട്ട് പിന്നെ പറയാം. ഫ്രീഡം കൊടുക്കണം, അല്ലാതെ അവർക്കതില്ല. മനസ്സിലായോ? ഹലോ ഗൈസ്, വെൽക്കം ടു എ ന്യൂ വീഡിയോ. ഗൈസ് ആ കാണുന്നതാണ് ഗൈസ് എൻ്റെ വീട്. കാണുന്നില്ലല്ലോ വീട്? കണ്ടോ ഗൈസ്? വീട് എങ്ങനെ കാണിച്ചു കൊടുക്കുക? കണ്ടോ ഗൈസ്? അതാണ് എൻ്റെ വീട്. ഞാനിപ്പോൾ എൻ്റെ വീടിൻ്റെ വെളിയിലാണുള്ളത്. ഞാൻ ഇത്രയും വേഗം എനിക്ക് വീഡിയോയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും എന്ന് ഞാൻ വിചാരിച്ചില്ല. നിധീനെ ഞാൻ എയർപോർട്ടിൽ പറഞ്ഞു വിടുന്ന വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു ചിഞ്ചിലി എന്ന് പറയുന്ന ഒരാൾ. അതുപോലെ വേറൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ചിഞ്ചിലി എന്ന് പറയുന്ന ഒരാൾ. അപ്പോൾ അതാണ് ഈ ചിഞ്ചിലി. ഇതാണ് ചിഞ്ചിലി. ഓക്കെ, അപ്പം ഞാൻ ആ വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു അടുത്ത പ്രാവശ്യം ചിഞ്ചിലി വരുമ്പോൾ നോക്കിക്കോ, അവളെ ഞാൻ ഒരു വണ്ടി നിറയെ ആൾക്കാരുമായിട്ട് എയർപോർട്ടിൽ നിന്ന് തിരിച്ച് കൊണ്ടാക്കും. അപ്പോൾ ഇത്രയും പെട്ടെന്ന് അതിനുള്ള ഒരു അവസരം എനിക്ക് കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ആൻഡ് വെരി ഇവൾ പറയണം ഞാൻ മാനിഫെസ്റ്റ് ചെയ്തു, ഞാൻ ഇവളെ കാണണമെന്ന് മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടാണ് നമുക്ക് ഇത്ര പെട്ടെന്ന് വരാൻ പറ്റിയെന്നാണ് ഇവൾ പറയുന്നത്. ആൻഡ് ഒരു എമർജൻസി ആയിട്ട് കുട്ടി എത്തിയതാണ്, ഒരാഴ്ചത്തേക്കുള്ള ലീവിനല്ലേ. സോ ഇതാണ് ചിഞ്ചിലി, പാത്തു, ചിഞ്ചിലി, നമ്മുടെ അഖില്. നമ്മളെല്ലാവരും ഒരുമിച്ച് കൊച്ചിലെ മുതലേ കളിച്ച് വളർന്ന് പഠിച്ച് വന്നവരാണ്. അൺഫോർച്ചുനേറ്റ്ലി. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരാഴ്ചയല്ലേ ഉള്ളൂ. അപ്പോൾ ഇന്ന് സൺഡേ ആണ്, അപ്പോൾ കോളേജ് ഇല്ലാത്തതൊക്കെ കൊണ്ട് ഇന്ന് ഫ്രീ ആയതുകൊണ്ട് നമ്മളൊന്ന് നൈറ്റ് ഔട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഗാന്ധിക്ക് നിൽക്കാൻ പറ. ഗാന്ധിക്ക് വെയിറ്റ് ചെയ്യാൻ പറ. നമ്മള് പണ്ടൊക്കെ ഈ രാത്രി പോയിട്ട് വൈകുന്നേരം നമ്മൾ വേണ്ടി പോകണം, അമ്മ വിളിക്കും, വാപ്പ വിളിക്കും, ഉമ്മ വിളിക്കും എന്ന് പറഞ്ഞു പോണ ആൾക്കാർ ഇന്ന് നോക്ക് ഗൈസ്. പക്ഷെ ആരും നമുക്ക് തന്നതല്ല, നമ്മൾ പിടിച്ചു മേടിച്ചതാണ്. നമ്മൾ പൊരുതി നേടിയ ഫ്രീഡം ആണിത്. സോ അത് നമ്മളൊന്ന് എൻജോയ് ചെയ്തിട്ട് വരാം. ഓക്കെ ഗൈസ്, അപ്പോൾ വെൽക്കം ടു ഫ്രീഡം തരണ്ടല്ലോ, തരണ്ട. നമ്മളതങ്ങ് എടുത്തു. ഓക്കെ ഗൈസ്, അപ്പോൾ വെൽക്കം ടു എ ന്യൂ വീഡിയോ എന്ന് പറയാം. വെൽക്കം ടു എ ന്യൂ വീഡിയോ. ഓക്കെ, ആരാണെന്ന് നോക്ക് ഗൈസ്. വെള്ളത്തിലെടുക്കരുതിട്ടാ. അവര് ബേക്കിന്ന് വരുന്നുണ്ട്. നമ്മൾ 4 പേരുണ്ട്. അഖിലിൻ്റെ ട്വിൻ ബ്രദറിനെ കാണിച്ചു തരാം ഗൈസ്. യെസ്, അഖിലിനെ പോലെ തന്നെ ഇരിക്കുന്ന ഒരു ട്വിൻ ബ്രദർ ഉണ്ട്. ഓനും ഉണ്ട് നമ്മളെ കൂടെ. ഞാൻ എവിടെയെങ്കിലും എത്തിയിട്ട് കാണിച്ചു തരാം. നമ്മളിപ്പോൾ എങ്ങോട്ടാണ് പോകണമെന്ന് വെച്ചാൽ എനിക്ക് അറിയത്തില്ല ഗൈസ്. ഒറ്റ മൈൻഡ്, എല്ലാം ഒറ്റ മൈൻഡ്. അതാണ് അഖിലിൻ്റെ ട്വിൻ ബ്രദർ. അയ്യോ, അതും അടച്ചാ. അയ്യേ, നിന്നെയൊക്കെ പോലത്തെ ഒരു സർക്കസ് ഉണ്ടടാ. സബ്സ്ക്രൈബേഴ്സിന് ഇവിടെയൊക്കെ ഭയങ്കര ഫെമിലിയർ ആണ്. ഇതാണ് മാമ ഗ്രൗണ്ട് ഗൈസ്. ഇത് കണ്ടോ നാളത്തെ ചന്ത. തൊടണോ? പോത്തിന് തൊട്ടോ പോയി? ഇടി ചുമപ്പാണ്.
ചോപ്പ് കണ്ടാവല്ലോ ഈ ചാണകത്തി പോലും ചവിട്ടല്ലേ. പെണ്ണേ പോയി പോയി അതിന്റെ വായി പോയി ഇരിക്കല്ലേ. നിനക്ക് അറിഞ്ഞൂടാ, അവർക്ക് അറിഞ്ഞൂടാ നീ UK വന്ന കുമാരിയാണെന്ന്. ഓക്കെ ഗൈസ്, ദാണ്ട് ഇവിടെ ജംബോ സർക്കസ് നടക്കുകയാണ്. സർക്കസിന് കയറാനുള്ള ഷോ കഴിഞ്ഞു എന്ന് തോന്നുന്നുട്ടോ. ഡെയിലി 3 ഷോയേ ഉള്ളൂ. 7 മണിക്കുള്ള ഷോ ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ജ്യൂസ് കുടിക്കാം. നീ ഇവിടുത്തെ മാമാർക്കൊക്കെ എന്നെ അറിയാം, ഞാൻ സ്ഥിരമാളാം. ഓക്കെ അപ്പം ചിന്തില്ല, ഞാൻ ഒന്ന് ആറ്റിങ് കൊണ്ട് കാണിക്കാന്ന് വിചാരിച്ചു. പോത്തിനെ തൊടണമെന്ന് UK പോയിട്ട് വന്നതിന് ശേഷമുള്ള ഓരോരോ ആഗ്രഹങ്ങളെ തൊട്ടിട്ട് വന്നു. തൊട്ടോ അത് വല്ലതും ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ കണ്ടം വഴി ഓടും. അയ്യാടാ നല്ല ചളി. എനിക്ക് രണ്ടുപേരുടെ ഒരുമിച്ച് ഞാൻ രണ്ടുപേരെയും കാണിക്കട്ടെ ഒരേപോലെ. ഗൈസ്, ഇതാണ് നമ്മുടെ ട്വിൻ. അടുത്ത് ചേർന്നില്ല അങ്ങോട്ട്. ഇതിൽ ആരാണ് അഖില്, ആരാണ് നിഖില്? നിങ്ങൾ പറയരുതേ, നിങ്ങൾ കമന്റ് ചെയ്യണം ഗൈസ്. അഖിലിനെ ഓൾറെഡി അറിയാമല്ലോ നിങ്ങൾക്ക്. അപ്പോൾ ഇതിൽ അഖിൽ ആരാണ്, നിഖിൽ ആരാണ് എന്ന് നിങ്ങൾ കമന്റ് ചെയ്യണം. ഇത് രണ്ടുപേരും ചേർത്ത് വെച്ചേ. UK വന്ന ഒരുത്തിക്ക് വിചിത്രമായ കുറേ ആഗ്രഹങ്ങളും കൊതികളും. അവർക്ക് ഞാലിപ്പൂവൻ പഴം തിന്നാൻ കൊതിയാവുന്നു പോലും. ഇനി എന്തെങ്കിലും ആഗ്രഹമുണ്ടോ? ദോശ തട്ട് ദോശ കഴിക്കണോ? ഉള്ളിവട ഞാൻ അവിടെ നിന്ന് കഴിച്ചു. മുട്ട കഴിക്കാം, പക്ഷേ അതാണ് ചോദിച്ചത്, നോമ്പാണ് മുട്ട കഴിക്കാവോന്ന്. കഴിച്ചൂടാ. ഇവ 4 എണ്ണം ഉണ്ട് ഫ്രെയിമിൽ. ഓക്കെ, അപ്പോൾ നമ്മൾ സ്കൂളിൽ ഒരുമിച്ച് പഠിച്ച ആൾക്കാരാണ്. അതായത് നിങ്ങളെല്ലാവരും 1ാം ക്ലാസ് തൊട്ടേ ഒരുമിച്ചുണ്ടായിരുന്നു. നമ്മളെല്ലാവരും 1ാം ക്ലാസ് മുതലേ ഒരുമിച്ച് പഠിച്ചു. അങ്ങനെ നമ്മൾ സമാധാനമായിട്ട് പഠിച്ചുകൊണ്ടിരുന്നപ്പം കുറച്ച് പേര് വിളിക്കാണ്ട് ഒരു എന്തെന്ന് പറയാൻ 5ാം ക്ലാസ്സിൽ ശല്യമായിട്ട് കയറി വന്നു. അതിലൊരാളാണ് നിങ്ങളുടെ ആലിയ. അതെ, ഞാൻ 5ാം ക്ലാസ്സിലാണ് ഇവരെ സ്കൂളിൽ വരുന്നത്. അപ്പോൾ എനിക്ക് ഇവരെയൊക്കെ 5ാം ക്ലാസ് തൊട്ടാണ് പരിചയം. അവര് വന്ന് നമ്മുടെ ബോണ്ടുകളൊക്കെ അങ്ങ് തകർത്തു. നിങ്ങൾ അവരെ ഭയങ്കര ബോണ്ടായിരുന്നു നമ്മൾ വരുന്നതിന് മുമ്പ്. ഞാൻ കേട്ടിട്ട് അറിയെങ്കിലും ചെയ്യായിരുന്നാ? നമ്മളെല്ലാം അമ്മനെയല്ലായിരുന്നാടാ. നീ എന്ത് കയ്യില് പൈസ ഉണ്ടെന്ന് GPay ചെയ്ത് കൊടുക്കാനാണ്. സഹായിക്കാൻ വേണ്ടി എഴുന്നേറ്റൊക്കെ നിന്ന മഴ ചേട്ടാ, ഞാൻ സഹായിക്കാം. സോറി ചേട്ടാ, അതായത് എന്റെ ഇവിടുത്തെ നമ്പർ പോലും ഇല്ല. മനസ്സിലായ? നീ രാത്രി പഴം പഠിച്ചിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ മിസ് ചെയ്യുന്നു. കാര്യം ഭയങ്കര വളരെ നമ്മളൊക്കെ എന്താണോ എന്നുള്ളത് ഒട്ടും കളങ്കമില്ലാണ്ട് വളരെ മനസ്സിലായി പ്യുവറായിട്ടുള്ള ആൾക്കാരുകളായിരുന്നു. ഉള്ളിൽ വേറൊന്ന് വെച്ച് പുറത്ത് വേറെ ഒന്ന് പെരുമാറാണ്ട് ഉള്ളിൽ എന്താണോ അത് അതുപോലെ എക്സാക്റ്റ് കൊച്ചു പിള്ളേർ അങ്ങനെയാണല്ലോ, കള്ളവും കളങ്കമൊന്നും ഇല്ലാത്ത അങ്ങനത്തെ ഒരു ഒട്ടും കള്ളവും കളങ്കവും ഇല്ലാത്ത ഒരു കുട്ടിയായിരുന്നു ഞാൻ. അതുകൊണ്ട് തന്നെ എൻ്റെ ഉള്ളിൽ അത്രയും എന്താണ് എനിക്ക് ഇവളെ ഇഷ്ടമല്ലായിരുന്നു. അപ്പൊ ആ ഇഷ്ടം എനിക്ക് അവളെ ഇഷ്ടമായിരുന്നു. പക്ഷെ ഇപ്പൊ നേരെ തിരിഞ്ഞെന്നാ തോന്നുന്നു. അങ്ങനെയൊന്നുമില്ല. പിന്നെ ഷീ ലവ്സ് മീ മോർ ദാൻ ദാറ്റ് നൗ. അതെനിക്കറിയാം. ഇവളെനിക്ക് ഇഷ്ടമല്ലായിരുന്നു. അപ്പൊ ഞാനാണെങ്കിൽ ഇഷ്ടമല്ല എന്നല്ല, എനിക്ക് ഇഷ്ടം വെറുപ്പെന്നല്ല, ഇഷ്ടമല്ലായിരുന്നു. എനിക്ക് വെറുപ്പാണെന്നല്ലല്ലോ ഞാൻ പറഞ്ഞത്, അല്ലേ? എനിക്ക് ഇഷ്ടമില്ലായിരുന്നു, ഒരു ന്യൂട്രൽ അവസ്ഥയായിരുന്നു എനിക്ക്. അപ്പോൾ ഓൾക്ക് എന്നോട് ഫ്രണ്ട്സ് ആവാൻ ഭയങ്കര ഇഷ്ടവും കാര്യമൊക്കെ ആയിരുന്നു. അപ്പം ഞാൻ അങ്ങനെയൊക്കെ ഇവള് വരമേ ഉള്ള ഭയങ്കര രീതിയിൽ വേദനിപ്പിക്കുകയും വിഷമിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇങ്ങനെയൊന്നുമല്ല കണ്ടിരുന്നത്. പിന്നെ ഇങ്ങനെയായിരുന്നല്ലേ? നിനക്കത് മറന്നുപോയതാണ്. ഞാൻ അതിൽ ഭയങ്കര കുറ്റബോധം തോന്നുന്നുണ്ട് ഗൈസ്. ഭയങ്കരമായിട്ട് കുറ്റബോധം തോന്നുന്നുണ്ട്. ഞാൻ അങ്ങനെ ആരെയും അങ്ങനെ ഇപ്പൊ എനിക്ക് ഞാൻ അതിന്റെ പ്രായച്ചിത്തം ഞാൻ ഒരുപാട് ഞാൻ സോറിയൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു. എനിക്കറിയാം, ഞാൻ മറന്നുപോയി.
അങ്ങനെയൊന്നും അതൊക്കെ വെറുതെ തള്ളുന്ന ഒരു ആവേശത്തിന് പറയുന്നതാണ്. അല്ലാണ്ടുള്ള മെമ്മറീസ് പറഞ്ഞാണ് അങ്ങോട്ട് ഇത് എന്തോന്ന് ഇത് വേറെ എന്തുമാത്രം നല്ല മെമ്മറീസ് ഉണ്ടായിരുന്നു. ഒരു 3-4 വർഷം ക്ലാസ് തുടങ്ങിയ മുതൽ എനിക്കിത് ഈ മെമ്മറി മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മള് കുറ്റം പറയും, ഞാൻ അങ്ങോട്ട് പോയാലും ഇങ്ങോട്ട് പോയാലും ഒക്കെ എന്നെ വെറുതെ കുറ്റം പറയും. ഓക്കെ ഗൈസ്, അങ്ങനെയായിരുന്നു. എനിക്കിപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് അത് കഴിഞ്ഞ് 5, 6, 7 നമ്മളെല്ലാവരും ഒരുമിച്ച് തന്നെ ഒരു സ്കൂളിൽ ഉണ്ടായിരുന്നു. ഐ തിങ്ക് ഒരു ക്ലാസ്സിൽ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ പുതിയ വേറെ സ്കൂളിൽ പോയി കടയ്ക്കാവര്. പിന്നെ നമ്മള് പല വഴിയായി സ്കൂളിൽ പോയി. പിന്നെ പ്ലസ് 1 പ്ലസ് 2 ആയപ്പോൾ നമ്മൾ വീണ്ടും മീറ്റ് ചെയ്തു. ഇവര് അതായത് പിന്നെ 8, 9, 10 വേറൊരു സ്കൂള്. നിങ്ങളപ്പോൾ സ്കൂളിൽ വന്നിട്ട് നീ വേറെ ക്ലാസ്സിലായിരുന്നു. 8, 9, 10 വേറെ സ്കൂളിൽ നിങ്ങൾ 2 വേറെ ക്ലാസ്. നമ്മൾ ഒരുമിച്ചായിരുന്നു. ഇവര് നിങ്ങൾ 3 പേരും ഒരുമിച്ചായിരുന്നു. ഓ, അപ്പൊ ഞാൻ വേറെ ക്ലാസ്സിലായിരുന്നു. നീ വേറെ ക്ലാസ്സിലായിരുന്നു. ഞാൻ വേറെ ക്ലാസ്സിലായിരുന്നു. 8, 9, 10 ഒരുമിച്ചല്ലായിരുന്നു. പ്ലസ് 1 പ്ലസ് 2 ഫസ്റ്റ് എനിക്ക് കിട്ടിയ സ്കൂളിൽ ഞാൻ ചെന്നപ്പോൾ അവിടെ ചിഞ്ചിലി ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ട്രാൻസ്ഫർ മേടിച്ച് 2 സ്കൂളിലായി. ഞാൻ ട്രാൻസ്ഫർ മേടിച്ച് ചെന്ന സ്കൂളിൽ അവിടെ അഖിലും നിഖിലും ഉണ്ടായിരുന്നു. വേറെ കൊമേഴ്സ്, ഞാൻ സയൻസ്. അത് കഴിഞ്ഞ് പിന്നെ അവിടെ നിന്ന് പ്ലസ് 2 കഴിഞ്ഞ് പിരിഞ്ഞു. ആ ഒരു പീരിയഡിൽ കഴിഞ്ഞ് എല്ലാവരും പല വഴി പോയതിന് ശേഷം പിന്നെ എല്ലാവരും ഒരു എഫേർട്ട് ഇട്ട് ഒരു ഗെറ്റ് ടുഗദർ പ്ലാൻ ചെയ്ത് എല്ലാവരും കണ്ടുമുട്ടി. അതിന് ശേഷമാണ് ഒരു യഥാർത്ഥത്തിൽ ഉള്ള ഒരു അല്ലേ. പിന്നെ അന്ന് തുടങ്ങിയതാണ് ഇന്ന് വരെ നമ്മൾ ആര് തമ്മിലുള്ള കണക്ഷൻസിന് ഒരു കോട്ടവും വന്നിട്ടില്ല. ഇനിയുണ്ട്, അരുണുണ്ട്, പാത്തുണ്ട്, സുനീഷ്. കോമഡി എന്താണെന്ന് വെച്ചാൽ അവരെല്ലാരെയും നമുക്ക് ആദ്യം ഇഷ്ടമായിരുന്നു, പിന്നെ ഇഷ്ടമായിരുന്നു. ഇവളതൊന്ന് വിടൂന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവളത് വിടുന്നില്ല. ഞാൻ മാക്സിമം അത് ഡൈവേർട്ട് ചെയ്ത് വിടാൻ ശ്രമിച്ചിട്ട് ഇവളത് വിടുന്നില്ല. നിങ്ങൾ അറിയണം, ഇതേപോലെയായിരുന്നു കൈ സ്കൂളിൽ പഠിക്കുമ്പോഴും ഒരു മാറ്റവും ഇല്ല. നിങ്ങൾ പറ, എന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇവർ പൈസ കൊടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും. പക്ഷെ ഇവളിങ്ങനെ അല്ലായിരുന്നു. പൈസ കൊടുത്ത് നല്ലത് പറയിപ്പിക്കാൻ എനിക്ക് തോന്നുന്നുണ്ടോ? അപ്പൊ അതൊക്കെയായിരുന്നു നമ്മുടെ സ്കൂൾ ജീവിതവും കാലഘട്ടം. LLB കയറിനെ പറ്റി എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? നല്ല അഭിപ്രായം. ഒന്നും പറയാനില്ലേ? എന്തെങ്കിലും നല്ല അഭിപ്രായം. പിന്നെ നല്ല കാര്യമല്ല. എൻ്റെ യൂട്യൂബ് ചാനലിനെ പറ്റി ഒരു വാക്ക്. സിംഗപ്പെണ്ണായിരിക്കും. യൂട്യൂബ് ചാനലിനെ പറ്റി 2 വാക്ക്. ഇതിനെ പറ്റി എന്ത് നല്ല വാക്കെന്ന് പറയാൻ കൊള്ളാം. എല്ലാം നല്ല വ്ളോഗാണ് ചെയ്യുന്നത്. വീഡിയോ കാണാറുണ്ടോ? വീഡിയോ കാണാറില്ല ചിലപ്പോൾ. ഇല്ല, കാണാറൊന്നുമില്ല. എന്തായാലും കാണാന്ന് പറയണല്ലോ. എന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട വീഡിയോ എന്ന് പറഞ്ഞാൽ നീ മറ്റേ ഇത് ചെയ്തല്ലോ, മറ്റേ പ്ലസ് 2 സർട്ടിഫിക്കറ്റ് എടുത്ത് ഫെയിൽ എന്ന് പറഞ്ഞു. ഒരു വലിയ വീഡിയോയുടെ ചെറിയൊരു അതിന് ഞാൻ ഇന്റർവ്യൂവിന് പോകുന്ന വീഡിയോ അതാണ് അതെനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ലതാണ്. യൂട്യൂബ് ചാനലിനെ പറ്റി 2 വാക്ക് പറയൂ. 2 വാക്കല്ല, എനിക്ക് ഒരുപാട് പറയാനുണ്ട്. അതെന്ന് വെച്ചാൽ എന്താ, ഭയങ്കര റിയലാണ്. എൻ്റെ ഫ്രണ്ടായതുകൊണ്ട് പറയുന്നല്ല, അവളൊരു ഫാനായി ഞാൻ മാറിയിരിക്കുന്നു. അവൾക്കിതിൽ വലിയ കഴിവുള്ളവളാണ്. പിന്നെന്താ, നന്നായിട്ട് ചെയ്യുന്നുണ്ട്. പല വീഡിയോസും നമുക്ക് ഭയങ്കരമായിട്ട് കണക്റ്റ് ആവുന്നുണ്ട്. എന്നുവെച്ചാൽ ഒന്നും മാസ്ക് ചെയ്യുന്നില്ല. ഭയങ്കര സൂപ്പർ നൈസായിട്ട് തോന്നുന്നുണ്ട്. പിന്നെ നമ്മൾ സപ്പോർട്ട് ചെയ്യും. നമ്മളെ ഫ്രണ്ടാണല്ലോ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്യും. പിന്നെ ജെനുവിനായിട്ടുള്ള അതിനെപ്പറ്റിയുള്ള ഫീഡ്ബാക്കും ഞാൻ കണ്ടിട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ എനിക്ക് എല്ലാ വീഡിയോ അവൾ കണ്ടിട്ട് എൻ്റെ എല്ലാ വീഡിയോ ഞാൻ ഇടുന്ന വീഡിയോ ഉണ്ടല്ലോ, അവൾ അത് കണ്ടതിന് ശേഷം അവളുടെ ഒരു വോയിസ് എനിക്ക് വന്നിരിക്കും. ആ വീഡിയോനെ പറ്റിയിട്ട് ഡിസ്ക്രൈബ് ചെയ്ത് അവളെ എന്താണ് അവൾക്ക് ആ വീഡിയോ എന്നൊരു ഫീഡ്ബാക്ക് എനിക്ക് കിട്ടും ഇവളെടുത്തുന്ന ഒരു ജെന്യൂൻ ഫീഡ്ബാക്ക്. ഏറ്റവും ഇഷ്ടപ്പെട്ട വീഡിയോ ഏതാ ഞാൻ ഇതുവരെ ചെയ്തതിൽ? എനിക്ക് ചെയ്തതിൽ അവളുടെ നീ 2 ഇതായിട്ട് പറയത്തില്ലേ, എന്താ, പുള്ളീനെ ബ്ലോക്ക് ചെയ്തു, പിന്നെ എല്ലാത്തിനും പുള്ളിയെ ബ്ലോക്ക് ചെയ്തു, എന്നിട്ട് വീണ്ടും അപ്പോൾ അതിനെ അവൾ അത്രയും പെയിൻഫുൾ ആയിട്ടുള്ള ഒരു കാര്യത്തിനെ നോർമലൈസ് ചെയ്തു. പിന്നെ ഒരു കോമഡി ആക്കി. അതായത് പല ഷെയ്ഡ്സ് ഒരു വീഡിയോയിൽ തന്നെ വരുന്നു. അപ്പോൾ അതുകൊണ്ട് ആ ഡിവോഴ്സ് സ്റ്റോറി എന്നും പറഞ്ഞിട്ട ആ ഒരു സംഭവം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടെ. അപ്പോൾ അതിന് ശേഷം ഞാൻ പഴയ വീഡിയോസും പോയിരുന്നു കണ്ടു, എല്ലാം കണ്ടു. ഇപ്പം എന്തിട്ടാലും അപ്പോഴേ പോയി കാണും. എൻ്റെ യൂട്യൂബ് ചാനലിനെ പറ്റി 2 വാക്ക്. എനിക്ക് നല്ല ഇഷ്ടമാണ്. അതിൽ കുറച്ച് ഞാനും ഉണ്ടല്ലോ.
അല്ല നല്ല നല്ല അഭിപ്രായം. എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ പറയാനൊന്നുമില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം നല്ലതാണ്, എല്ലാം ഇഷ്ടമാണ് എനിക്ക്. പിന്നെ അതിൽ കുറച്ച് ഞാനും കൂടെ ഉണ്ടല്ലോ. ഏത് വീഡിയോ ഇഷ്ടപ്പെട്ടത്, ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതുവരെ ചെയ്തതിൽ? എനിക്ക് അങ്ങനെ പറയുകയാണെങ്കിൽ മറ്റേ നമ്മളെ എയർപോർട്ട് വെച്ചെടുത്തില്ലേ, അതും കൊള്ളാം. പിന്നെ വേറെന്താ എടുത്തത്? അല്ല നീ ഉള്ളതാണോ? അല്ലല്ല, അത് ഇഷ്ടപ്പെട്ട്. പിന്നെ വേറെ എന്തെങ്കിലും ഉണ്ടായിരുന്നു മറ്റേ യൂട്യൂബ്? നീ രണ്ടും, അതായത് ഇല്ല മറ്റേ ലവ് നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതല്ലെന്നും പറഞ്ഞൊരു ഷോർട്സ് അല്ലേ? പിന്നെ ഇപ്പോഴത്തെ ഡാൻസ്, പിന്നെ അല്ല എനിക്ക് ഷോപ്പിംഗ്. നിനക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട വീഡിയോ? അങ്ങനെ എനിക്ക് പറയാനൊന്നും ഇല്ല. എനിക്ക് എല്ലാം ഇഷ്ടമാണ്. എല്ലാം ഇഷ്ടമാണ്. ഇതാണ് ഇല്ല പറയൂലേ ആരുമില്ലേ, ഞാൻ ഏത് കോലത്തിൽ വന്നാലും എന്നെ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരാള്. നീ ചെയ്യില്ലെന്ന് എനിക്കറിയാം. ഇപ്പൊ ഭയങ്കര ഇവനെ കമ്പി വെച്ച് ഇടി കൊടുത്താൽ തല ഇടിച്ചാണ് അവന്റെ തല അങ്ങോട്ട്. ആൻഡ് ഗൈസ് ബാവാ, ഇത് ഷൈൻ നമ്മളെ വീഡിയോ കാണാറുണ്ടോ? എന്റെ വീഡിയോ കാണാറുണ്ടോ? ഓക്കെ, അപ്പൊ ഷൈൻ ഞാൻ കാണിച്ചു കൊടുക്കും. അതെ ഷൈൻ ആരെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിഞ്ചിലിയുടെ ഹസ്ബൻഡാണ്. ചിഞ്ചിലിയുടെ ഹസ്ബൻഡ്. അപ്പം നല്ല പയ്യന, എനിക്ക് അവനെ ഭയങ്കര ഇഷ്ടമാണ്. നിന്നെ പോലെ ഇഷ്ടം, നിന്റെ കാലം ഇഷ്ടമൊന്നുമല്ല, നിന്റെ അത്ര ഇഷ്ടമുണ്ട്. നല്ല പയ്യനാ. അപ്പം ഷൈൻ നമുക്കൊരു ഹാവറ. ഷൈൻ ഈ വീഡിയോ കാണുമ്പോൾ അവൻ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വീഡിയോ കാണുമ്പോൾ നീ നല്ല അവനെ പറ്റി പറയുന്നത്. ഷൈൻ ഹായ്, നമ്മള് നിന്നെ മിസ് ചെയ്യുന്നുണ്ട്. ചുമ്മാ പറയിരിക്കട്ടെ, ഞാൻ നന്നായിട്ട് മിസ്. കൊച്ചി നമ്മളടുത്ത് നല്ല സേഫ് ആയിട്ടുണ്ട്. നമ്മൾ ഒരാഴ്ച കഴിയുമ്പോൾ നമ്മളങ്ങ് കയറ്റി വിടും, ഭദ്രമായിട്ട് കയറ്റി വിടും ഇൻഷാ അല്ലാഹ്. ഇവള് പറഞ്ഞു തന്നൊരു സംഭവം എനിക്ക് ഭയങ്കര സ്ട്രൈക്ക് ചെയ്തൊരു സാധനമാണ് കേട്ടാ. എൻ്റെ ഇവളെ ഇടയിൽ സംസാരിക്കുന്ന ഒരു സംഭവമാണ്. അപ്പം ഞാനിങ്ങനെ ഇവളുടെ അടുത്ത് പറയാണ്, എടി എനിക്ക് അതായത് കല്യാണം ഞാൻ ഇനി കഴിക്കുമോ, ഞാൻ കല്യാണം കഴിക്കുമോ എന്നുള്ളൊരു വലിയൊരു ക്വസ്റ്റ്യൻ ആണല്ലോ. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യന് എൻ്റെ ഒരു ആൻസർ എന്ന് പറഞ്ഞാൽ, എനിക്കൊരു റൈറ്റ് പേഴ്സണെ കിട്ടിയാൽ, പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരാളെ അല്ല, റൈറ്റ് പേഴ്സണെ കിട്ടിക്കഴിഞ്ഞാൽ മേ ബി ഞാൻ ചിലപ്പം കല്യാണം കഴിക്കുമായിരിക്കും എന്നൊരു ആൻസർ പറഞ്ഞു. ഞാൻ ആ ഒരു ഹോപ്പ് എനിക്ക്, അതായത് ആ ഒരു ഹോപ്പിൽ മുന്നോട്ട് പോകുന്നു. ആ ഒരു കാര്യത്തിൽ എൻ്റെ അഭിപ്രായം ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഹോപ്പ് എനിക്കുണ്ട്. അപ്പോൾ ഇവള് പറഞ്ഞതാണ്, ഇവൾക്ക് അതായത് എല്ലാ മനുഷ്യരും ജീവിക്കുന്നത് ആ ഹോപ്പിലാണ്. ഇവളെ ഹോപ്പ് എന്താണ്? ഇന്ന് ഓക്കെ ആണ്, ഇന്ന് ആ ആളെന്നെ സ്നേഹിക്കുന്നുണ്ട്, ഞാനും സ്നേഹിക്കുന്നുണ്ട്, നല്ല രീതിയിൽ പോകുന്നുണ്ട്, നാളെയും അങ്ങനെ പോകും എന്നുള്ള പ്രതീക്ഷയിൽ ജീവിക്കുന്നു. എപ്പോഴും നമുക്ക് അതിനൊരു എൻഡില്ല. ഓക്കെ, നിങ്ങൾക്ക് കിട്ടി, ആളെ സ്നേഹിച്ച ആളെ കല്യാണം കഴിക്കാൻ പറ്റി, സക്സസ്ഫുൾ ആയിട്ട് ജീവിക്കുന്നുണ്ട്, അവിടെ കഴിഞ്ഞില്ല. അത് എന്നും അതുപോലെ പോകുമെന്നുള്ള പ്രതീക്ഷയിൽ ജീവിക്കുന്നു. മക്കളായി കഴിഞ്ഞാലും ഇനിയും മുന്നോട്ട് ഇതേപോലെ ഹാപ്പി ആയിട്ട് നമ്മൾ ജീവിക്കും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെ എല്ലാത്തിന്റെ അടിസ്ഥാനം പ്രതീക്ഷയാണ്. നാളെ നമ്മൾ അവസാനം ഇല്ല അതിനൊരു. അതെ, നാളെ നമ്മൾ എണീക്കും, ഇന്നത് ചെയ്യും. ആരും എല്ലാവരും പ്ലാൻ ചെയ്ത് വെക്കാറില്ല ഓരോ കാര്യങ്ങൾ. അപ്പൊ അതെന്താണ്, നാളെ ഞാനുണ്ട്, അതുകൊണ്ട് നാളെ രാവിലെ നമുക്ക് കാണാൻ നമ്മൾ പറയത്തില്ല. അതെന്താണ്, അതൊരു ഹോപ്പാണ്. അപ്പൊ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, മാരേജ് ആണെങ്കിലും ലൈഫ് ആണെങ്കിലും എന്താണെങ്കിലും എല്ലാം ഒരു ഹോപ്പിന്റെ പുറത്താണ്. അപ്പൊ അതുകൊണ്ട് പ്രതീക്ഷിക്കുക. അതുകൊണ്ട് അത് നല്ലതായിരിക്കും എന്ന് പ്രതീക്ഷിക്കാനേ നമുക്ക് പറ്റൂ. പിന്നെ അതിലുപരി എന്ത് സംഭവിച്ചാലും അത് ഫെയ്റ്റാണ്. അപ്പോൾ അതിനെ ആ രീതിയിൽ ഫേസ് ചെയ്യുക, ആ രീതിയിൽ എടുക്കുക. പറയാൻ ഈസിയാണ്, പക്ഷെ ആരാണെങ്കിലും അങ്ങനെ ആയിരിക്കണം എടുക്കേണ്ടത്. അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഒന്നും കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ആക്കാൻ നിൽക്കേണ്ട, അത്രേ ഉള്ളൂ. യെസ്, ഗോ വിത്ത് ദ ഫ്ലോ. വരുന്നിടത്ത് വെച്ച് കാണാമെന്ന് ചോദിക്കാനുണ്ടോ? എൻ്റെ അടുത്ത് ഇൻട്രസ്റ്റിംഗ് എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കാനുണ്ടോ നിഖിലേ? നിനക്കാവുമ്പോ നീ ആവുമ്പോ ചോദിക്കും, അതെനിക്കറിയാം. നീ കോപ്പി അടിക്കാൻ നിന്റെയൊക്കെ റോ ആയിട്ടുള്ള സംഭവം എനിക്ക് വേണം. അതായത് ഞാൻ ചോദിക്കട്ടെ, അതായത് ഇത് ഇങ്ങനെ വെച്ചാൽ നല്ല ക്വസ്റ്റ്യൻ ആയിരിക്കണേ. അതായത് എനിക്ക് നിന്നെ അറിയാവുന്നിടത്തോളം നീ ഒരുപാട് പല ഫേസിലും സ്ട്രഗിൾ ചെയ്ത ഒരാളാണ്. പല ഫേസിലും സ്ട്രഗിൾ ചെയ്തു, പല കാര്യങ്ങൾ നീ ഓവർകം ചെയ്തു, പലരും നിനക്ക് നഷ്ടപ്പെട്ടു, പിന്നെന്താ പലരും നിന്നെ ഒരുപാട് അവോയ്ഡ് ചെയ്തു, നീ ഒറ്റപ്പെട്ടിട്ടുണ്ട്. അതായത് എനിക്ക് ഇവളുടെ ഒരുവിധം എല്ലാ ലൈഫിലെ എല്ലാ കാര്യങ്ങളും അറിയാം. അപ്പം ഇതിന്നെല്ലാത്തിനും നീ ഇനി നിൻ്റെ ലൈഫ് ലോങ് എന്തൊക്കെ സംഭവിച്ചാലും ഈ ഒരു എക്സ്പീരിയൻസസ് നിനക്ക് കിട്ടിയ ഒരു 3 ലെസൺ ഞാൻ ചോദിച്ചാൽ നീ എന്ത് പറയും? ഇതൊക്കെയാ ചോദ്യങ്ങള്.
മൈക്ക് കൊണ്ടുവന്നാൽ ഞാൻ പറയായിരുന്നു. ആദ്യത്തെ ഒരു ലെസൺ എന്ന് പറഞ്ഞാൽ ജീവിക്കണം. ഞാൻ ജീവിക്കാൻ മറന്നുപോയി 27 വർഷം. വെറുതെ ജീവിക്കണമെന്നാണോ അതോ നിനക്ക് വേണ്ടി ജീവിക്കണം? എനിക്ക് വേണ്ടി ജീവിക്കണമെന്ന് എനിക്കൊരു തോന്നൽ വന്നു. ഞാൻ ഇത്രയും കാലം എനിക്ക് വേണ്ടിയിട്ടല്ല ഞാൻ ജീവിച്ചത്, എന്തിനോ വേണ്ടി ഞാൻ ജീവിക്കുമായിരുന്നു എന്നുള്ളൊരു തോന്നൽ വന്ന് ഞാൻ എനിക്ക് വേണ്ടി ജീവിക്കാൻ തുടങ്ങിയതിൻ്റെ സയൻസാണ് നിങ്ങളെല്ലാവരെയും കണ്ടുകൊണ്ടിരിക്കുന്നത്. അതാണ് ഒരു ലെസൺ. ജീവിക്കണം, ജീവിക്കാൻ മറന്നു പോകരുത്, എല്ലാവരും ജീവിക്കണം. രണ്ടാമത് എന്ന് പറഞ്ഞാൽ രണ്ടാമത് ഇപ്പം മെയിൻ എൻ്റെ ലൈഫിൽ സംഭവിച്ച വേറൊരു സംഭവമാണല്ലോ ഡിവോഴ്സ്, കല്യാണം, ആ ഒരു ഫെയിലിയർ എന്ന് പറഞ്ഞാൽ. അപ്പം എന്തിന് ഞാൻ കല്യാണം അതായത് എൻ്റെ പർപ്പസ്, ഞാൻ ഇനി ഒരിക്കലും എനിക്കൊരു ടൈം ലൈൻ വെച്ചിട്ട് ഞാൻ ഒരു കാര്യവും ചെയ്യൂല. ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. 25 മുമ്പ് കെട്ടണം, 27 പ്രസവിക്കണം, 30 സെറ്റിലാവണം, 35 അതാവണം, 40 മൂത്ത മോളെ കെട്ടിക്കണം. അങ്ങനെ ഞാനൊരു ടൈം ലൈൻ സെറ്റ് ചെയ്തിട്ടുള്ള അതല്ല, എല്ലാം ഓർഗാനിക്കലി സംഭവിക്കേണ്ട ഒരു സംഭവമാണ്. നമുക്കിങ്ങനെ ടൈം ലൈൻ വെക്കുമ്പോഴാണ് നമുക്കുള്ളിലൊരു അനാവശ്യമായ സ്ട്രെസ്സ് കയറി ചില പൊട്ടക്കുഴികളിൽ പോണതും അനാവശ്യമായിട്ട് നമുക്ക് ചേരാത്ത ആൾക്കാരെ നമ്മൾ ചേർക്കാൻ ശ്രമിക്കുന്നതും അതുകൊണ്ടാണ്. അപ്പം ഞാൻ ഇനി എനിക്കൊരു ടൈം ലൈൻ ഞാൻ കൊടുക്കത്തില്ല. അത് പോണ പോലെ പോട്ടെ. കല്യാണം ആയിക്കഴിഞ്ഞാലും ജോലിയാണെങ്കിലും കരിയർ ആണെങ്കിലും അതിനൊക്കെ ഒരു സമയമുണ്ട് ദാസ എന്ന് പറയില്ലേ. അതായത് നമുക്ക് എയിം വേണം, പക്ഷെ നമ്മൾ ഡെഡ് ലൈൻസ് നമ്മൾ ഫോളോ ചെയ്യാൻ പാടില്ല. എങ്കിൽ നമ്മൾ ഫോഴ്സ്ഫുള്ളി എന്ത് ഡിസിഷനും എടുത്തു പോകും. യെസ്, കാര്യം നമ്മളെ ഡെഡ് ലൈൻ മീറ്റ് ചെയ്യണം, എങ്ങനെയായാലും ഞാൻ ചെയ്യും എന്നുള്ള രീതിയിൽ. അത് നല്ലൊരു പോയിന്റ് ആയിരിക്കും, നല്ലതാണ്. അടുത്ത എന്താ പറയാനുള്ളത്? മൂന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ ചുറ്റുമുള്ള ആൾക്കാരെയൊക്കെ ഞാൻ കുറച്ചും കൂടി കൺസിഡർ ചെയ്യണമെന്ന് എനിക്ക് മനസ്സിലാക്കി. ഞാൻ എന്ന് വെച്ചാൽ ഞാൻ കല്യാണം കഴിച്ച്, അതായത് ഞാൻ എപ്പോഴും ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. എൻ്റെ അഖിലിൻ്റെ ഒരു റിലേഷൻഷിപ്പ് വെച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം. ഞാൻ റിലേഷൻഷിപ്പിൽ എനിക്ക് നമ്മുടെ ലവ് റിലേഷൻഷിപ്പ് ഉണ്ടല്ലോ, അങ്ങനെ ഒരു റിലേഷൻഷിപ്പിൽ ഞാൻ സിംഗിൾ ആണെങ്കിലായിരുന്നു ഞാൻ ഭയങ്കരമായിട്ട് എൻ്റെ കൂട്ടുകാരുടെ അടുത്തൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് മിങ്കിൾ ചെയ്യില്ല ഫ്രീ ആയിട്ട്. ഞാനൊരു റിലേഷൻഷിപ്പോട്ട് കടക്കുമ്പോൾ ഞാൻ അവർക്ക് കൂടുതൽ കൺസേൺ ചെയ്യും. ഞാൻ ഇവൻ്റെ അടുത്ത് മിണ്ടിക്കഴിഞ്ഞാലോ അവൻ്റെ അടുത്ത് മിണ്ടിക്കഴിഞ്ഞാലോ അവർക്ക് പോസിറ്റീവ്നെസ് ഫീൽ ചെയ്യും, അവർക്ക് അവരുടെ ഫീലിങ്സിന് ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കുമായിരുന്നു. എൻ്റെ പാർട്ട്ണറിന് വിഷമമാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇവരിൽ നിന്നൊക്കെ കുറച്ച് ഒതുങ്ങി നിൽക്കുമായിരുന്നു. എൻ്റെ ഏറ്റവും കൂടുതൽ സമയം ഞാൻ അവർക്ക് കൊടുക്കുമായിരുന്നു. പിന്നെ എനിക്ക് മനസ്സിലായി അവര് പോയി, ലാസ്റ്റ് എനിക്ക് ഇവരൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പുള്ളി പറയാതെ തന്നെ അവളെ കൊണ്ട് ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യിപ്പിച്ചു. അല്ലാണ്ട് നമുക്ക് അങ്ങനെ ഒരു ബ്ലെയിം നമുക്ക് കൊടുക്കണ്ട. എന്റെ തെറ്റാണല്ലോ, നമുക്ക് ബുദ്ധി മൂള ഇല്ലേ, ഒരാളങ്ങനെ ചെയ്യിപ്പിച്ചാലും നമ്മൾ ചെയ്യാൻ നിന്നോണ്ടല്ലേ. അപ്പൊ അങ്ങനെ ബ്ലെയിം ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. അപ്പോൾ ഞാൻ ഇനി എൻ്റെ ലൈഫിൽ ഇനി എന്തെന്നൊക്കെ വന്നാലും ശരി, നമ്മുടെ അതിൽ പറയുന്ന പോലെ 5 മാത്രമേ ആവുള്ളൂ എൻ്റെ റിലേഷൻഷിപ്പ്. അതിൻ്റെ 5 കാര്യങ്ങളിൽ 1 മാത്രമേ ഉള്ളൂ എൻ്റെ റിലേഷൻഷിപ്പ്. ബാക്കി ഒന്നതിൽ ഫ്രണ്ട്ഷിപ്പ്, ഫാമിലി, ഞാൻ വരുന്നുണ്ട്, എൻ്റെ കരിയർ വരുന്നുണ്ട്, എൻ്റെ ബിസിനസ് വരുന്നുണ്ട്, എൻ്റെ എല്ലാം വരുന്നുണ്ട്. എല്ലാത്തിനും എനിക്ക് ഈക്വൽ പ്രയോറിറ്റി കൊടുക്കണം. അതിന് മാത്രമായിട്ട് ഞാൻ പ്രത്യേകിച്ച് വലിയ ആഡംബരങ്ങളും ഒന്നും ഞാൻ കൊടുക്കൂല. അത്രേ ഉള്ളൂ. എൻ്റെ ചുറ്റുമുള്ള ആൾക്കാർക്ക് ഞാൻ പ്രയോറിറ്റി കൊടുക്കും. എല്ലാവർക്കും ഒരേപോലെ പ്രയോറിറ്റി. മാരേജ് വിൽ ബി വൺ ഓഫ് യുവർ പ്രയോറിറ്റീസ്. മൊത്തം നിങ്ങളുടെ ലൈഫ് അല്ല അത്. ലൈഫിൽ ഒരു കാര്യം മാത്രമേ ഉള്ളൂ, മാരേജ്. യെസ്, അതാണ് ഞാൻ 3 പഠിച്ച കാര്യങ്ങൾ. ഇത്രയും കാര്യം ഇവള് ഭയങ്കര സെൻസിബിൾ ആയിട്ടുള്ള ഒരു കുട്ടിയാണ്. അപ്പോൾ ഇവളുടെ അടുത്തുനിന്ന് എനിക്ക് അങ്ങനെ ലോക്കൽ ഐറ്റം ഒന്നും ഞാൻ പ്രതീക്ഷിക്കൂല. ചോദിക്കും. അപ്പോൾ ഈ ഇത്രയും എക്സ്പീരിയൻസ് നീ ഇവർക്ക് ഷെയർ ചെയ്തു. അപ്പോൾ ഞാനിങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യനും കൂടെ ചോദിക്കട്ടെ എന്ന് വെച്ചത്, നമ്മളെപ്പോഴും ഒരാളുടെ ലൈഫ് കണ്ടുപോകുന്നതിനെക്കാട്ടിയും അവർ പറയുന്നത് അവരുടെ എക്സ്പീരിയൻസിൽ നിന്ന് എന്തെങ്കിലും ലെസൺ കിട്ടുകയാണെങ്കിൽ അതായിരിക്കും എല്ലാവർക്കും കുറച്ചും കൂടി യൂസ്ഫുൾ ആവുന്നത്. അപ്പോൾ ഇത് ആർക്കെങ്കിലുമൊക്കെ യൂസ്ഫുൾ ആവുകയാണെങ്കിൽ അതല്ലേ വലിയ കാര്യം. അപ്പോൾ ഇത്രയും ലെസൺസ് നീ പറഞ്ഞു. അപ്പോൾ ഈ ലെസൺസ് നീ ഇപ്പോഴത്തെ നിൻ്റെ ലൈഫ് ഒരുപാട് ചേഞ്ചായി നിനക്ക്. അപ്പോൾ നീ ഈ ലെസൺസ് ഇപ്പോഴത്തെ ലൈഫിലോട്ട് എങ്ങനെ കണക്ട് ചെയ്യും? അതിൻ്റെ അർത്ഥമുള്ള ഞാൻ ഇന്ന് രാത്രി വന്ന് ഇവിടെ നിങ്ങളോട് സ്പെൻഡ് ചെയ്യുന്നത്. മേ ബി ഞാൻ പഴയ ഞാനായിരുന്നെങ്കിൽ നീ വരത്തില്ലായിരുന്നു എന്നല്ല, നീ വന്നു എന്ന് ഞാൻ അറിഞ്ഞു. ചിന്തിലി വന്നു, ലാസ്റ്റ് ഇയർ വരെ അങ്ങനെയായിരുന്നു. കാര്യം ഞാൻ ചിലപ്പോൾ ഇവള് തിരിച്ച് UK പോകണമെന്ന് ഞാൻ അറിയില്ല, ഇവള് വരുന്നതും ചിലപ്പോൾ ഞാൻ അറിയൂല, ഇവള് പറയുന്നതും പറയാത്തതും അല്ല വിഷയം. നമ്മളൊരാളടുത്ത് എത്രത്തോളം നമ്മൾ ക്ലോസ് ആണ്, എത്രത്തോളം അവരിൽ നമ്മൾ റെസ്പോൺസിബിൾ ആണ് എന്നുള്ള അനുസരിച്ചിരിക്കും നമ്മൾ അവരെ കാര്യങ്ങൾ നമ്മൾ അപ്ഡേറ്റ് ആയിട്ട് അറിയുന്നത്.
അത് അവൾ അറിയിക്കുന്നത് അറിയിക്കാത്തതല്ല, ഞാൻ ആ സ്പേസ് കൊടുക്കണം, അറിയിക്കാനുള്ള സ്പേസ് കൊടുക്കണം. ആ സ്പേസ് ഞാൻ കൊടുത്തിട്ടില്ലായിരുന്നു, അറിയിക്കാനും തോന്നത്തില്ലായിരുന്നു. അപ്പൊ ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഇപ്പൊ അതായത് ഇന്നലെ രാവിലെ എത്തിയതേ ഉള്ളൂ, UK ഇന്നലെ എത്തിയതേ ഉള്ളൂ. അവള് വന്നു, അവള് വീട്ടിലെത്തി, വിത്തിൻ മണിക്കൂർ ഞാൻ അവളെ വീട്ടിലെത്തി, ഞാൻ അവളെ കൂടെ ഉണ്ടായിരുന്നു. ഇന്നിപ്പോ എനിക്ക് കാണാനുള്ള ഒരു അവസരം ഉണ്ടോ, ഞാൻ കോംപ്രമൈസ് ചെയ്യുന്നില്ല. എനിക്കിത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയി, ഇതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയി. അഖിലാണെങ്കിലും അഖിലൊക്കെ ഞാനിപ്പോഴും ഞാൻ പറയും, ഞാൻ അഖിലിനെയൊക്കെ നല്ല രീതിയിൽ നമ്മൾ തമ്മിൽ പ്രശ്നങ്ങളുണ്ടായി, നമ്മൾ ഹർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഓരോരുത്തർ വന്ന് ഓരോന്ന് കൊണ്ടുപോകുന്നു. അതായത് ഡയറക്റ്റ് അവര് എഴുന്നേറ്റ് പോകാൻ പറയാതെ. അപ്പൊ എനിക്കാണെങ്കിൽ എനിക്ക് എൻ്റെ വീട്ടുകാരെ പോലെ തന്നെ എനിക്ക് ഇമ്പോർട്ടൻ്റ് ആണ് എനിക്ക് ഇവരും. അതല്ലാണ്ട് എൻ്റെ ഉമ്മ ഇടയ്ക്കിടയ്ക്ക് ഉമ്മാക്കൊന്നും അത് ഒരു വിധത്തിൽ ഉമ്മാക്കൊന്നും അത് പറഞ്ഞാൽ എത്രത്തോളം മനസ്സിലാക്കാൻ പറ്റുമെന്ന് എനിക്കറിയാം. ഇപ്പോഴും അവർക്കത് മനസ്സിലാക്കിയിട്ടില്ല. കാര്യം എനിക്ക് ഇപ്പോൾ എൻ്റെ വീട്ടുകാർക്ക് ഞാൻ ചിന്തിക്കുന്ന ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ ഒരിക്കലും എനിക്കൊരു സപ്പോർട്ട് തരാൻ അവർക്ക് പറ്റൂല. അവർക്ക് അവരുടെ ഒരു കാഴ്ചപ്പാടിലുള്ള സപ്പോർട്ടേ തരാൻ പറ്റൂ. പക്ഷേ എനിക്ക് അതല്ല, അതിനെക്കാട്ടി ഉപരി എനിക്ക് വേണം. ഞാൻ വീക്കായി പോകുന്നുണ്ട്, അതിനെനിക്ക് ഇവരൊക്കെ ഉള്ളൂ. ഇവരില്ലാണ്ട് എനിക്ക് സർവൈവ് ചെയ്യാൻ പറ്റൂല എന്നുള്ളൊരവസ്ഥ എനിക്ക് വന്നു. സോ ദ കൺക്ലൂഷൻ ഈസ് പുള്ളിക്കാരി എല്ലാവരെയും കാണാൻ തുടങ്ങി. ഇപ്പോഴാണ് ഞാൻ കാണാൻ തുടങ്ങി. ഇത്രയും നാൾ തിമിരമായിരുന്നു. തിമിരം എന്ന് വേണമെങ്കിൽ പറയാം. ഞാനിപ്പോൾ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കല്യാണം കഴിക്കാനും ഞാനൊരു ഡിവോഴ്സും ആവേണ്ടി വന്നു. മേടിക്കാം. ഓക്കെ ഗൈസ്, ചിന്തിയുടെ രണ്ടാമത്തെ ആഗ്രഹം ഞാനിപ്പോതിന് ശേഷം തട്ടുദോശ. ഈ അടുത്ത ആഗ്രഹം എന്താണെന്ന് ചോദിച്ചിട്ട് പിന്നെ പറയാം, നമുക്ക് കഴിക്കാം. ഹലോ. രണ്ടുപേരും ഒരുപോലെയാണ് ഇരിക്കുന്നതെങ്കിലും സ്വഭാവം രണ്ടും ഭയങ്കര വ്യത്യാസമാണ്. രാപ്പകൽ വ്യത്യാസമാണ്, രാപ്പകൽ വ്യത്യാസം. ഭയങ്കര താറ്റലാണ്, ഭയങ്കര കളിയാക്കലാണ്, ഭയങ്കരമായിട്ട് ഇങ്ങനെ ഒന്നിച്ച് നമ്മളങ്ങ് ഒന്നും പറയാൻ പറ്റൂല. എൻ്റെ അഖിൽ അങ്ങനെയൊന്നുമല്ല, എൻ്റെ ചെറുക്കൻ മുത്താണ്. We miss you, പാത്തു. We miss you, seriously. അല്ല, പാത്തുണ്ടായിരുന്നെങ്കിൽ ഇവിടെ ഇരിക്കാനെന്നാ. എടീ വാപ്പ വീട്ടിൽ പോണോടേ, വീട്ടിൽ പോണോടേ. എടീ അവൾ നിൽക്കൂല, അവൾ ഇത്ര സമയം നിൽക്കൂല. പാത്തുവിന് നമുക്കിനി അങ്ങനെ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയോ, നമ്മളെല്ലാവരും കൂടി ടിക്കറ്റ് എടുത്ത് ദുബായിക്ക് പോകണം. എങ്കിൽ പാത്ത് നിൽക്കും, പാത്ത് പാതിരാത്രി വേണമെങ്കിലും നിൽക്കും. അല്ലാണ്ട് ഇവിടെയാണെങ്കിൽ എന്നെയൊന്നും അങ്ങനെ ഫ്രീഡം തന്നു വിടുന്നൊന്നും അല്ല ഗൈസ്, ഞാൻ വരുന്നതാ. നമ്മുടെ നാട്ടിലെ ആകെ ഒരു പ്രശ്നം, നമുക്ക് ആരെങ്കിലും ഫ്രീഡം തരണം, ഫ്രീഡം കിട്ടണം, വാങ്ങാൻ പറ്റൂ. അതായത് സാധനം നമുക്കാരും തന്നാലേ വാങ്ങാൻ പറ്റൂ. അതാണ് നമ്മുടെ അവസ്ഥ. പ്രതികരിക്കും. അതാണ് നമ്മുടെ, ഞാൻ ഇന്ത്യയെ കുറ്റം നമ്മളെ ഇന്ത്യനെ കുറ്റം പറയുന്നതല്ല, ഈ മൊത്തത്തിലുള്ള നമ്മുടെ കൾച്ചറിന്റെ പ്രശ്നമാണ്. ആരെങ്കിലും സ്ത്രീകൾക്ക് ഫ്രീഡം കൊടുക്കണം, അല്ലാതെ അവർക്കതില്ല. മനസ്സിലായോ? അങ്ങനെ ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ നമുക്കത് കുറച്ചും കൂടി പുറത്തോട്ടൊക്കെ പോയി കഴിയുമ്പോഴാണ് ഭയങ്കര ഡിഫറൻസ് മനസ്സിലാവുന്നത് തിരിച്ചു വരുമ്പോൾ. ഇപ്പോൾ അവൾ പാത്തുവിൻ്റെ കാര്യം പറഞ്ഞപ്പോഴും നമുക്ക് ഫീൽ ചെയ്യുന്നതാണ്. എന്താ അല്ലേ, അവൾ ദുബായിലാണെന്നുണ്ടെങ്കിൽ അവൾ നമ്മളോടെ നിൽക്കും. അതായത് അവൾക്ക് അത്രയും ആഗ്രഹമുണ്ട്, അവളൊക്കെയാണ്, ആരും റെസ്ട്രിക്റ്റ് ചെയ്യാല്ലെങ്കിൽ അവൾ നിൽക്കും. അപ്പോൾ നമുക്കത് ആരെങ്കിലും തരണം. അപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടേ? ചോദിക്കാൻ നിൽക്കരുത്, അങ്ങ് എടുക്കുക. ഞാൻ എൻ്റെ ഗവിയുടെ വീഡിയോയിൽ ഞാൻ പറയുന്ന ഒരു കാര്യം പറയുന്നുണ്ട്, എന്തെന്നറിയോ? അതായത് എല്ലാ മനുഷ്യർക്കും അവനവൻ്റെ ജീവിതം ഡിസൈഡ് ചെയ്ത് ജീവിക്കാനുള്ള റൈറ്റ്സ് ഉണ്ട്. പക്ഷെ കുറച്ച് ആൾക്കാരെ നീ ആലോചിക്കണം,
വേറെ ആരോ പറയുന്നത് കേട്ട് അവർ ജീവിക്കുന്നുണ്ട്. ഈ ഒരാളെ കൺട്രോൾ ചെയ്യുന്ന ഒരാള് അവരുടെ ലൈഫ് സ്വന്തമായിട്ട് അവർ ഇഷ്ടത്തിന് ജീവിക്കുന്നുണ്ട്, വേറൊരാളെ ലൈഫ് അവർ കൺട്രോൾ ചെയ്ത് ജീവിക്കുന്നുണ്ട്. അപ്പൊ ഈ കൺട്രോൾ ചെയ്യപ്പെടുന്ന ആളുടെ ഒരു കാര്യം ഒന്ന് ആലോചിച്ച് നോക്ക്. ആകെ ഒരു ലൈഫല്ലേ ഉള്ളൂ. അത് അവർക്ക്, അതായത് ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്ക്രിപ്റ്റ് നമ്മൾ തന്നെ എഴുതി നമ്മളതിൽ ജീവിക്കണം. വല്ലവരും നമ്മളെ സ്ക്രിപ്റ്റ് എഴുതി തന്ന് ആ സ്ക്രിപ്റ്റിൽ ജീവിക്കാൻ നിൽക്കരുത് പ്ലീസ് ഗൈസ്. അതെ, നമ്മളെന്താ ചെയ്യാൻ പോണേ, നമ്മുടെ സ്റ്റോറി നമ്മൾ തന്നെ ഡിസൈഡ് ചെയ്യണം. പക്ഷേ എന്താന്ന് എന്ന് പറഞ്ഞ് ആരെയും പറയുന്ന കേൾക്കരുത്, അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് മനസ്സിലാവും അത്രയും ഡിമാൻഡിങ് ആണ്, അത്രയും നമുക്ക് ഒരു ടോക്സിസിറ്റി ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ ഡിസൈഡ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്, അല്ലേ? ബന്ധങ്ങൾക്കൊക്കെ അപ്പുറം നമ്മളൊക്കെ സാധാരണ മനുഷ്യരാണ്, ഒരു ഹ്യൂമൻ ബീയിങ് ആണ്. എല്ലാം ഡിസേർവ് ചെയ്യുന്നുണ്ട്. ഈ ലോകത്തിൽ കിട്ടുന്ന എല്ലാ സന്തോഷങ്ങളും അനുഭവിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട്. അത് കുറച്ച് പേർക്ക് നിഷേധിക്കപ്പെടുക, കുറച്ച് പേർക്ക് മാത്രം അത് കിട്ടുക എന്നുള്ളത് ഒരിക്കലും ഐ തിങ്ക് ദാറ്റ്സ് നോട്ട് അക്സെപ്റ്റബിൾ. അതെ, അതുകൊണ്ട് നമുക്കാരും തരത്തില്ല, നമ്മളത് നമ്മൾ തന്നെ എടുക്കണം. കിട്ടിയില്ലെങ്കിൽ പൊരുതണം, ചോദിച്ചു മേടിക്കണം. ചോദിച്ചു മേടിക്കാനും ഇല്ല, നമ്മുടേത് തന്നെ അങ്ങെടുത്ത് വെളിയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ചെയ്യുക, ഉള്ളെടുത്ത് പുറത്ത് വെച്ച് ചെയ്യുക, അത്രേ ഉള്ളൂ. നിങ്ങൾ തീരുമാനിക്കണം. നിങ്ങൾ തീരുമാനിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇതുപോലെ ആൾക്കാരുടെ നല്ല സർട്ടിഫിക്കറ്റ് ആണോ വേണ്ടത്, അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ നിങ്ങൾക്ക് സന്തോഷമായിട്ട് മരിക്കുകയാണോ വേണ്ടത്, ഇത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഗുഡ് സർട്ടിഫിക്കറ്റ് കിട്ടി മരിക്കണമെങ്കിൽ നിങ്ങൾ പിന്നെ എന്താണെന്ന് വെച്ചായിക്കോളൂ. അത് പറയുന്നത് എപ്പോഴും ഇതിനൊന്നും പറ്റാത്തവരുമാണ്. അതും കൂടെ നമ്മളെപ്പോഴും ഇതൊക്കെ ചെയ്ത് ഒരുപാട് എക്സ്പീരിയൻസും വിവരവും ബോധമുള്ള ആരുടെയെങ്കിലും ഒക്കെ കമന്റ് വായിച്ച് എന്തെങ്കിലും തിരുത്താൻ ശ്രമിക്കുക. അല്ലാണ്ട് ഒരു എക്സ്പോഷറും ഇല്ലാണ്ട് വെറുതെ കമന്റ് വായിക്കാൻ മാത്രം ഒരു ദിവസം രാവിലെ എണീറ്റ് സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നവരെയൊക്കെ നമ്മളങ്ങ് നെഗ്ലക്ട് ചെയ്തങ്ങ് വിടുക. കമന്റും അങ്ങനെയൊക്കെ നമ്മൾ ചൂസ് ചെയ്യണം. എല്ലാം നമ്മൾ ചൂസ് ചെയ്യണം, ഏതെടുക്കണം ഏതെടുക്കണ്ട എന്നുള്ളത് ചൂസ് ചെയ്യാതിരിക്കണം. അപ്പോൾ എല്ലാ പ്രശ്നവും ഒരു വിധം തീർന്നോളൂ. ഈ അനാവശ്യമായിട്ടുള്ളവരെ കൺസിഡർ ചെയ്യാതിരിക്കുക എപ്പോഴും. അതെ അതെ അതെ, അതിനി ഏത് ബന്ധമാണെങ്കിലും ശരി, അതിനി ബന്ധം നോക്കേണ്ട ആവശ്യമില്ല. അനാവശ്യമായിട്ടുള്ള കൺസിഡറേഷൻ ആരടുത്ത് നിന്നാണെങ്കിലും അത് സ്വീകരിക്കാതിരിക്കുക. അതെ, ശുഭദിനം നേരുന്നു. ഞാൻ കണ്ടില്ലായിരുന്നു. പൈതങ്ങൾക്കൊരു താലി കെട്ടുണ്ട്. അങ്ങനെ നമ്മളൊരു നല്ലൊരു നൈറ്റ് ഒരുമിച്ച് സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. നമ്മളിനെയൊക്കെ കൂടണയാൻ പോവാണ്. സോ അപ്പോൾ നമുക്ക് വൈൻഡപ്പ് പറയാം. ഇപ്പം നിഖിലിന് വൈൻഡപ്പ് പറയണമെന്നോ? എനിക്ക് പറയണ്ട, ശരിയെന്നാ വൈൻഡപ്പ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബായ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ നിങ്ങൾ ഫൈറ്റ് ചെയ്യുക, നിങ്ങൾ ഫ്രീഡം പൊരുതി നേടുക. ഓക്കെ, ഫ്രീഡം അറ്റ് മിഡ് നൈറ്റ്. അതെ അതെ അതെ, മിഡ് നൈറ്റ് ആയിട്ടില്ല, 9:30 ആയിട്ടേ ഉള്ളൂ. അപ്പോൾ ഓക്കെ ഗൈസ്, അപ്പോൾ ഡു സബ്സ്ക്രൈബ്, ഷെയർ, ലൈക്ക്, കമൻറ്റ്, അത്രയൊക്കെ തന്നെ ഉള്ളൂ. എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നും പറയാനില്ല. ബൈ.